നമസ്കാരം. ഭരണി നക്ഷത്രക്കാരുടെ വിഷുഫലം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഒരു കാലഘട്ടം, ഈ വിഷു കാലഘട്ടത്തിൽ കുടുംബത്തിൽ നിന്നും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. കുടുംബത്തിൽ അംഗീകാരം ലഭിക്കാതെയും നിങ്ങൾക്കൊരു ബഹുമാനമില്ല, വിലയില്ലാതെയൊക്കെ നടന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷക്കാലഘട്ടം കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച് നോക്കണം. കുടുംബത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരും അംഗീകരിക്കുകയും കുടുംബത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം സ്നേഹം ലഭിക്കുകയും നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ കുടുംബത്തിലെ വ്യക്തികൾ തന്നെ ധനപരമായി നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് ധനപരമായി സഹായിക്കുന്നു. നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും സാമ്പത്തികപരമായിട്ടും അല്ലാത്ത രീതിയിലുള്ള സഹായങ്ങൾ കുടുംബത്തിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യത എല്ലാം വളരെ കൂടുതലായി ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷക്കാലഘട്ടം. ഈ വിഷു കാലഘട്ടത്തിൽ ഭരണി നക്ഷത്രക്കാർ കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലൊരു അംഗീകാരവും സ്നേഹവും സംരക്ഷണവും എല്ലാം കുടുംബത്തിൽ നിന്ന് ലഭിക്കും. വിദ്യാർത്ഥികളാണെങ്കിൽ പോലും നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷക്കാലഘട്ടം. കൂടാതെ വിവാഹ സംബന്ധമായി പ്രശ്നങ്ങൾ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുക, വിവാഹ കൃത്യസമയം നടക്കുന്നില്ല, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ അതിനും നല്ലൊരു മാറ്റം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. അതുമാത്രമല്ല ജോലി സംബന്ധമായിട്ട് സാമ്പത്തികമായിട്ടും നല്ലൊരു നേട്ടം കാണുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. സാമ്പത്തികമായിട്ട് നേട്ടം കാണുന്നു, ജോലി സംബന്ധമായി നേട്ടം കാണുന്നു, വിദേശ ജോലിക്കുള്ള അവസരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ള ഒരു സമയം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് നേട്ടം ഉണ്ടാകുന്നു. വിവാഹ സംബന്ധമായി ഒരു തീരുമാനം, അതായത് വിവാഹം നടന്നില്ലെങ്കിൽ പോലും അതിനുവേണ്ടി ഒരു തീരുമാനമെല്ലാം എടുക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു വർഷം ഭരണി നക്ഷത്രക്കാർക്ക് കാത്തിരിക്കുകയാണ്. നിങ്ങൾ ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലോ ഈ രണ്ടിലേതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക, ഭഗവാനെ പൂജിക്കുക. നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാടുകളെല്ലാം നടത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു വർഷ കാലഘട്ടം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. ഇതൊരു പൊതുഫലമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യം ഗുണഫലങ്ങൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം വ്യക്തമായി ഒരു ജ്യോതിഷനെ കൊണ്ട് പരിശോധിച്ച് ഇപ്പോഴത്തെ ദശാപകാരം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ, അതായത് എല്ലാ ഗുണഫലങ്ങളും ഈ വിഷുഫലത്തിൽ പറയുന്ന എല്ലാ ഗുണഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തേടി വരിക തന്നെ ചെയ്യും.